എല്ലാ പ്രേക്ഷകർക്കും വിദേശ വാർത്താരംഗം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെൽ അവീവ്, ജെറുസലേം എന്നീ രണ്ട് നഗരങ്ങളെയും ഒരേ സമയം ആക്രമിച്ച ഇറാന്റെ നീക്കത്തെക്കുറിച്ചുള്ള വാർത്താ സ്ക്രിപ്റ്റ് താഴെ നൽകുന്നു. രണ്ട് നഗരങ്ങൾ, ഒരേ സമയം, ഒരേ രാത്രിയിൽ, ഒരേ ആകാശത്തിന് താഴെ ടെൽ അവീവും ജെറുസലേമും ഒരേ നിമിഷം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് നഗരങ്ങളിലെയും പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുകയും മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയും ചെയ്തു. ഇസ്രായേൽ ഭരണകൂടം തങ്ങളുടെ ചരിത്രത്തിൽ ഇന്നുവരെ അഭിമുഖീകരിക്കാത്ത ഒരു സാഹചര്യമാണിത്. ഇത് കേവലം ഒരു പ്രതിരോധ പരാജയമല്ല, മറിച്ച് പ്രതിരോധം സാധ്യമാണ് എന്ന വിശ്വാസത്തിന്റെ തന്നെ തകർച്ചയാണ്. ഈ സാഹചര്യം പെട്ടെന്നുണ്ടായ ഒന്നല്ല. ഫെബ്രുവരി 28 മുതൽ ഇറാൻ ഓരോ ആഴ്ചയും കൃത്യമായ തീരുമാനങ്ങളിലൂടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ അവസാന ഘട്ടമാണിത്. ഇസ്രായേൽ പ്രതിരോധിക്കും, അമേരിക്ക തിരിച്ചടിക്കും, അതോടെ ഇറാൻ പിന്മാറും എന്നായിരുന്നു പൊതുവെയുള്ള കണക്കുകൂട്ടൽ. എന്നാൽ ആ ധാരണകളെല്ലാം ഇന്ന് തിരുത്തപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷിയേക്കാൾ വേഗത്തിൽ ആക്രമണം തുടരാൻ ഇറാന് കഴിയുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. ഈ ആക്രമണത്തിന്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ ഇറാൻ ലക്ഷ്യം വെച്ചത് ഇസ്രായേലിന്റെ റഡാർ സംവിധാനങ്ങളെയാണ്. ഇസ്രായേൽ വ്യോമ പ്രതിരോധത്തിന്റെ നാഡീവ്യവസ്ഥയായിരുന്നു ഈ റഡാറുകൾ. മിസൈലുകൾ വിക്ഷേപിക്കുന്ന നിമിഷം തന്നെ അവയെ കണ്ടെത്താനും അവയുടെ പാത കണക്കുകൂട്ടാനും ഈ സംവിധാനം സഹായിച്ചിരുന്നു. എന്നാൽ ആദ്യ 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാൻ ഈ റഡാറുകളെ തകർത്തു. ഇതോടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ തിരിച്ചടി നേരിട്ടു. പിന്നീട് വളരെ തന്ത്രപരമായ രീതിയിലാണ് ഇറാൻ നീങ്ങിയത്. ഒരേസമയം വലിയ ആക്രമണങ്ങൾ നടത്തുന്നതിനു പകരം തിരമാലകൾ പോലെ ചെറിയ ഇടവേളകളിൽ മിസൈലുകൾ അയച്ചു. ഇസ്രായേലിന്റെ പക്കലുള്ള പ്രതിരോധ മിസൈലുകൾ ഇന്റർസെപ്റ്റേഴ്സ് തീർക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. പുതിയ മിസൈലുകൾ നിർമ്മിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവ ഉപയോഗിച്ചു തീർക്കാൻ ഇറാന് സാധിച്ചു. ഇതോടെ ഇസ്രായേലിന്റെ പ്രതിരോധ കവചം ദുർബലമായി. ടെൽ അവീവിനെതിരായ ആദ്യ വിജയകരമായ ആക്രമണത്തിന് ശേഷം ഇറാൻ ഒട്ടും സമയം കളഞ്ഞില്ല. ഫത-3, ഫാറ്റ-3 പോലുള്ള അത്യാധുനിക മിസൈലുകൾ അവർ രംഗത്തിറക്കി. ഇവയുടെ വേഗതയും ദിശ മാറാനുള്ള കഴിവും കാരണം നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തടയാൻ കഴിഞ്ഞില്ല. ജെറുസലേമും തങ്ങളുടെ പരിധിയിലാണെന്ന് ഇറാൻ തെളിയിച്ചു. ഇസ്രായേൽ തങ്ങളുടെ ബാക്കിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ടെൽ അവീവിനും ജെറുസലേമിനും വേണ്ടി മാറ്റിവെച്ചെങ്കിലും ആ രണ്ട് നഗരങ്ങളെയും ഒരേസമയം ആക്രമിച്ചുകൊണ്ട് ഇറാൻ ആ നീക്കത്തെയും മറികടന്നു. ഈ ആക്രമണം പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെയും ബാധിച്ചിരിക്കുകയാണ്. യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനം പാഴായിരിക്കുന്നു. മറുവശത്ത്, ഇറാനെ തടയാൻ അമേരിക്ക നടത്തിയ നീക്കങ്ങളും വലിയ ഫലം കണ്ടിട്ടില്ല. ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ പകുതിയിലധികവും ഇപ്പോഴും സുരക്ഷിതമാണ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതോടെ ആഗോള വിപണിയിൽ എണ്ണവില $100 മുകളിലെത്തി. ഇറാന്റെ ഈ 4 ഘട്ടങ്ങളിലുള്ള പദ്ധതി വിജയകരമായി പൂർത്തിയായ സ്ഥിതിക്ക് ഇതിനുശേഷമുള്ള അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈ സംഘർഷം ഒരു ചർച്ചയിലൂടെ അവസാനിക്കുമോ അതോ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.